കാലഘട്ടത്തിൽ ഇവിടെ പിന്നെ ഈ ഇതിപ്പോൾ അറിയുന്ന ഒരു ഇതാണ് പിന്നെ കോർപ്പുക്കാൻ ഇവിടെ എന്ന് പറയുക ലാഞ്ചിയിൽ സാധനങ്ങൾ വന്നിറക്കലും ലാഞ്ചിയിൽ ആൾക്കാർ വരലും പിന്നെ ഈ ഇന്ത്യയിൽ നിന്ന് പിന്നെ കേരളത്തിൽ നിന്നും കച്ചിയിൽ നിന്നും പിന്നെ നമ്മളെ കോഴിക്കോട് നിന്നും എല്ലാ ഇതും ലാഞ്ചിക്കാർ കച്ചികൾ വന്നിട്ട് ഇറങ്ങണ സാധനങ്ങൾ അതിന് ഈ അറബികൾ ഇവിടെ യാക്കൂബ് പിന്നെ സാലാ സർക്കി എന്നൊക്കെ പറഞ്ഞ കുറച്ച് അറബികളുണ്ട് ഇവിടെ അവർ കച്ചവടക്കാർ അവരുടെ കെയർ ഓഫിലെ അലിബ്രായിസ അവരൊക്കെ പറഞ്ഞ അവരുടെ കെയർ ഓഫിലാണ് ഇതൊക്കെ വരല്. അന്നത്തെ ഈ സ്വർണ്ണ കച്ചവടം കൊണ്ടുപോലും തുണി കൊണ്ടുപോലും മറ്റുള്ളതൊക്കെ ബോംബെയിലേക്ക് ഇതൊക്കെ ഇവിടുന്നാണ് കുറേ കൂടുതലും കയറ്റി പോവുക. അപ്പോൾ അവരുടെ ആ സാധനങ്ങളൊക്കെ വരലും ഇറങ്ങലും പിന്നെ അപ്പോൾ ഇന്നത്തെ മാതിരിയുള്ള ഈ ഫോൺ സംവിധാനം എല്ലാം അന്ന് പിന്നെ ഈ കത്തുകൾ വരല് കംപ്ലീറ്റ് ഈ അപ്പോൾ ഒരു ടാക്സിക്കാർക്ക് ഷാർജയിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ടാക്സി കയറിയിട്ട് പിന്നെ കാലിക്കറ്റിൽ കൊണ്ടുപോയി ഇറക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുന്ന് ഇറക്കി തരും. ദുബൈയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ അവിടെ ഖാദർ ഹോട്ടൽ ഇങ്ങനെ ഒരു ഹോട്ടലാണ്. ഖാദർ ഹോട്ടൽ അതെ ഖാദർ ഹോട്ടൽ പാകിസ്ഥാൻ ബജാറിൻ്റെ അടുത്തുണ്ടൊരു ഇപ്പോൾ സബക്കാന്ന പറയും അവിടെ. അപ്പോൾ അങ്ങനെ ഖാദർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു അറിയപ്പെടുന്നൊരു ഹോട്ടലായിരുന്നു. ഇന്നമാതിരി തന്നെ കോർപ്പങ്ങാനിൽ പിന്നെ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് കാലിക്കറ്റ് ഇത് അന്ന് ലോഡ്ജുള്ള ഒരു ഹോട്ടലാണ്. കോർപ്പക്കാനിലെ അന്നത്തെ ലോഡ്ജ് ഈ ഇതിൽ മാത്രമേ ഉള്ളൂ. ലോഡ്ജ് ഉണ്ടായിരുന്നു അന്ന്. ലോഡ്ജുള്ള ഹോട്ടൽ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഇവിടെ ഒറ്റ ലോഡ്ജും ഇല്ല. താമസിക്കാൻ ഒരാൾ വന്ന് താമസിക്കാനുള്ള ഇതിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സംഗതി. അപ്പോൾ ആ കത്തുകൾ കംപ്ലീറ്റ് വന്നിട്ട് ഈ വ്യാഴാഴ്ച മാത്രമാണ് അന്ന് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ദൂരത്തുനിന്ന് വരിക. ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും. ആ ബോക്സിലാണ് ആ കത്തുകൾ കംപ്ലീറ്റ് ഇടുക. എന്നിട്ട് ഓരോരുത്തർ വന്ന് തിരഞ്ഞിട്ട് അവരവരുടെ ഇതിൽ എടുത്തുകൊണ്ട് അതാ കാലഘട്ടമാണ്. ഇതൊക്കെ 70-കളിലാണ്. 77 അങ്ങനെ ഇതൊക്കെ തന്നെയാണ്. പിന്നെയാണല്ലോ ഈ സംവിധാനമൊക്കെ വന്നത്. മഞ്ഞ് ലൈൻ ഫോണിൽ പിന്നെ മൊബൈലുണ്ട്. അത് വലിയ ആളുള്ള ചെറിയ അറബികളുടെ കയ്യിലൊന്നും ഇല്ല. വലിയ അറബികളുടെ കയ്യിലൊക്കെ കോഡ്ലെസ് ഒരു ബോക്സുമായിട്ടുള്ളത് അങ്ങനെ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. ലോഞ്ചിൽ വരുന്നത് നിന്നില്ല 70-ഒക്കെ ആകുമ്പോഴത്തേന്. ഇല്ല ഒരു 85-90 വരെ 95 വരെ ലോഞ്ചുണ്ട്. മറ്റേ അന്ന് ഈ പേപ്പർ ഇല്ലാതെ വരുന്നതും ഉണ്ട്. അല്ല നമ്മളങ്ങനെ കേൾക്കല്ലോ അതിൽ വന്നിട്ട് ഇങ്ങനെ നീന്തി കയറി എന്നൊക്കെ നീന്തി കയറിയിട്ട് ഇപ്പം മൊബൈൽ അവർ വന്നിട്ടൊരു 24 എന്നൊരു ഇതുണ്ടായിരുന്നു. 24 വന്നിട്ട് അരുൺ തന്നെ തോന്നുന്നു. അപ്പം അടുത്താണ് വന്നത്. ഇവിടുത്തെ മമ്മൂട്ടിങ്ങളാണ്. മമ്മൂട്ടിയാണ് ഇവിടുത്തെ പോകാം. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. നാട്ടിലാരൊക്കെയല്ലേ? നാട്ടിൽ 2 മക്കളൊക്കെ ഉണ്ട് ഇവിടെ. 3 നാളുകൊണ്ട് ഇവിടെ ഒരാളിപ്പം നിന്ന് പോവുകയാണ്.